പ്ലസ് ടു കെമിസ്ട്രിയിലെ യൂണിറ്റ് 5 കോർഡിനേഷൻ കോമ്പൗണ്ട്സിലെ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് ഐസോമറിസം ഡു ദി കോമ്പൗണ്ട് PtCl2NH3 ട്വൈസ് എക്സിബിറ്റ്? PtCl2NH3 ട്വൈസ് എന്ന കോർഡിനേഷൻ കോമ്പൗണ്ട് കാണിക്കുന്ന ഐസോമറിസം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഈ കോമ്പൗണ്ടിൽ 4 ലിഗാൻസ് ഉണ്ട്, 2 ക്ലോറിഡോയും 2 അമീനും. അപ്പോൾ ഇത് കാണിക്കുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഐസോമറിസമാണ് ജിയോമെട്രിക്കൽ ഐസോമറിസം അല്ലെങ്കിൽ സിസ് ട്രാൻസ് ഐസോമറിസം. അപ്പോൾ അതിൻ്റെ ഡയഗ്രം കൂടെ അവിടെ കാണിച്ചിട്ടുണ്ട്. ഐസോമറിസത്തിൻ്റെ പേരും പഠിക്കണം, അതുപോലെ ഈ ഡയഗ്രം വരയ്ക്കാനും പഠിക്കണം. അതിന് ഒരെണ്ണം സിസ് ഐസോമർ, ഒരെണ്ണം ട്രാൻസ് ഐസോമറാണ്. സിസ് ഐസോമറിനെ സിസ് പ്ലാറ്റിൻ എന്നും ട്രാൻസ് ഐസോമറിനെ ട്രാൻസ് പ്ലാറ്റിൻ എന്നാണ് വിളിക്കുന്നത്. ഇനി ഈ സിസ് പ്ലാറ്റിൻ എന്ന് പറയുന്നത് ഒരു ആൻറ്റി ക്യാൻസർ ആയിട്ട് ഉപയോഗിക്കുന്ന ആളാണ്, അതായത് ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് ഉപയോഗിക്കുന്ന ഒരു മെഡിസിനാണ്. അപ്പോൾ ഇത് വരയ്ക്കാൻ പഠിക്കണം. സിസ് ഐസോമർ എന്ന് പറഞ്ഞാൽ 2 ഒരുപോലുള്ള ലിഗൻറ്റുകൾ അടുത്തടുത്ത് വരും. ട്രാൻസ് ഐസോമർ എന്ന് പറഞ്ഞാൽ ഒരുപോലുള്ള ലിഗൻറ്റുകൾ ഓപ്പോസിറ്റ് ആയിട്ട് വരും. അപ്പോൾ ഇത് വരച്ചും പഠിക്കണം. അതുപോലെ തന്നെ ഈ PtCl2NH3 ട്വൈസ് എക്സിബിറ്റ് ചെയ്യുന്ന ഐസോമറിസം ജിയോമെട്രിക്കൽ ഐസോമറിസം ആണെന്നും പഠിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ദി അയണൈസേഷൻ ഐസോമർ ഓഫ് CrNH3 4Cl2Br. അപ്പോൾ ഈ കോർഡിനേഷൻ കോമ്പൗണ്ടിൽ എത്ര ലിഗൻസ് ഉണ്ട്? NH3 അമീൻ ഉണ്ട്, അതുപോലെ Cl ക്ലോറിഡോയും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു അയണൈസേഷൻ ഐസോമർ എഴുതാനാണ് പറയുന്നത്. നമുക്കറിയാം ഐസോമേഴ്സ് എന്ന് പറയുന്നത് ഇരട്ടകളെ പോലെയാണ്, 2 പേരായിരിക്കും. അതിൽ ഒരാളെ തന്നിട്ടുണ്ട്, അടുത്ത ആളെ എഴുതാനാണ് പറയുന്നത്. അപ്പോൾ അയണൈസേഷൻ ഐസോമർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ നോക്കണം സ്ക്വയർ ബ്രാക്കറ്റിനകത്തും പുറത്തുമുള്ളവരെ. അപ്പോൾ അകത്തും പുറത്തുമുള്ളവരെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്താൽ നമുക്ക് ഈ ഐസോമറിൻ്റെ മറ്റേ ഐസോമർ കിട്ടും. അപ്പോൾ അയണൈസേഷൻ ഐസോമർ ഓഫ് ദിസ് കോമ്പൗണ്ട് ഈസ് CrNH3 4Cl-Br. അപ്പോൾ ഇവിടെ എന്താ ചെയ്തത്? പുറത്ത് കിടന്ന ബ്രോമിനെ എടുത്ത് അകത്തേക്ക് കൊണ്ടുവന്നു, അകത്ത് കിടന്ന ഒരു ക്ലോറിനെ എടുത്ത് പുറത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഇങ്ങനെയാണ് അയണൈസേഷൻ ഐസോമർ എഴുതേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന അയോൺസ് ഏതാണെന്ന് അവിടെ കണ്ടുപിടിക്കണം, എന്നിട്ട് അവരെ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുക. അത്രയേ ഉള്ളൂ കാര്യം. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് ഐസോമറിസം ഡു ദി കോമ്പൗണ്ട് CrH2O6Cl3 എക്സിബിറ്റ്? CrH2O6Cl3 എന്ന കോമ്പൗണ്ട് എക്സിബിറ്റ് ചെയ്യുന്ന ഐസോമറിസം ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ ഇതിലേതാ ക്ലൂ എന്താ? ഇവിടെ വാട്ടർ മോളിക്യൂൾ ഉണ്ട്, 6 വാട്ടർ മോളിക്യൂൾ ഉണ്ട്. അപ്പോൾ അക്വാ ലിഗൻസ് എന്നാണ് വാട്ടർ മോളിക്യൂളിന് പറയുന്നത്. അപ്പോൾ ഈ അക്വാ ലിഗൻസ് 6 ഉണ്ട്. അക്വാ ലിഗൻസ് ഉള്ള കോർഡിനേഷൻ കോമ്പൗണ്ട്സ് കാണിക്കുന്ന ഒരു ഐസോമറിസമാണ് ഇത് ഹൈഡ്രേറ്റ് അല്ലെങ്കിൽ സോൾവേറ്റ് ഐസോമറിസം. അപ്പോൾ H2 മോളിക്യൂൾ കണ്ടാൽ ഉടനെ നമ്മൾ ഐസോമറിസം ഇതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ, CrNH3 4Cl2Br ഈസ് എ കോർഡിനേഷൻ കോമ്പൗണ്ട്. വാട്ട് ഈസ് ഇറ്റ്സ് കോർഡിനേഷൻ നമ്പർ? അപ്പോൾ ഒരു കോമ്പൗണ്ട് തന്നിട്ടുണ്ട്, എന്നിട്ട് അതിൻ്റെ കോർഡിനേഷൻ നമ്പർ എന്താണെന്നാണ് ചോദിക്കുന്നത്. കോർഡിനേഷൻ നമ്പർ കണ്ടുപിടിക്കാൻ നമ്മൾ ആ സ്ക്വയർ ബ്രാക്കറ്റിൽ ആദ്യം എത്ര ലിഗാൻഡ് ഉണ്ടെന്ന് നോക്കുക, ഓരോ ലിഗാൻഡും എത്ര ബോണ്ട് ഉണ്ടാക്കുന്ന ടൈപ്പാണെന്ന് നോക്കുക. മോണോഡെൻഡേറ്റ് ആണോ, ബൈഡെൻഡേറ്റ് ആണോ, ട്രൈഡെൻഡേറ്റ് ആണോ, അതോ ഹെക്സാഡെൻഡേറ്റ് ആണോ, അതൊക്കെ നോക്കുക. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് അമീനും ക്ലോറിഡോയുമാണ്. 4 അമീനും ഉണ്ട്, 2 ക്ലോറിഡോയും ഉണ്ട്. അപ്പോൾ ഈ അമീനും ക്ലോറിഡോയും ഓരോ ബോണ്ട് ഉണ്ടാക്കുന്ന ലിഗാൻഡുകൾ, മോണോഡെൻഡേറ്റ് ലിഗാൻഡുകളാണ്. അപ്പോൾ ഇവർ ടോട്ടൽ എത്ര ബോണ്ട്സ് ഉണ്ടാക്കും? ഇവർ രണ്ടുപേരും കൂടി ക്രോമിയവുമായിട്ട് 4ഉം 2ഉം 6 ബോണ്ട് ഉണ്ടാക്കും. 4 അമീൻ 4 ബോണ്ട് ഉണ്ടാക്കും, 2 ക്ലോറിഡോ 2 ബോണ്ട് ഉണ്ടാക്കും. അങ്ങനെ ടോട്ടൽ 6 ബോണ്ട്സ് ഉണ്ടാക്കും. ഈ നമ്പർ ഓഫ് കോർഡിനേഷൻ ബോണ്ട്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോർഡിനേഷൻ നമ്പർ എന്ന് വിളിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ഡെൻസിറ്റി ഓഫ് ലിഗൻഡ് EDTA? EDTA എന്ന് പറയുന്ന ലിഗൻ്റെ ഡെൻസിറ്റി എന്താണ്? ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സമയം എത്ര ബോണ്ട് ഉണ്ടാക്കാൻ പറ്റും? അതിനെയാണ് നമ്മൾ ഒരു ലിഗൻറ്റിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത്. EDTA എന്ന് പറയുന്ന ലിഗൻറ്റിന് ഒരു സമയം 6 ബോണ്ട് ഉണ്ടാക്കാൻ പറ്റും. അതൊരു ഹെക്സാഡെൻഡേറ്റ് ലിഗൻഡാണ്. അപ്പോൾ ഒരു ഹെക്സാഡെൻഡേറ്റ് ലിഗൻറ്റിന് എക്സാമ്പിൾ ചോദിച്ചാൽ EDTA നമുക്ക് എഴുതാൻ പറ്റും. അടുത്തത്, വാട്ട് ആർ ദി ഡോണർ ആറ്റംസ് ഇൻ EDTA? EDTAയിലെ ഡോണർ ആറ്റംസ് ഏതൊക്കെയാണ്? അപ്പോൾ EDTAയുടെ സ്ട്രക്ചർ നമ്മൾ വരച്ച് പഠിക്കണം. അതിൽ ഡോണർ ആറ്റംസ് എന്ന് പറയുന്നത് ഓക്സിജനും നൈട്രജനുമാണ്. അപ്പോൾ EDTAയിൽ 4 ഓക്സിജൻ ആറ്റങ്ങളും 2 നൈട്രജൻ ആറ്റങ്ങളും എന്തായിട്ട് പ്രവർത്തിക്കുന്നു? ഡോണർ ആറ്റംസ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. അതുകൊണ്ട് EDTAയുടെ ഡെൻസിറ്റി എന്താണെന്ന് ചോദിച്ചാൽ 6 ആണ്. മോണോഡെൻഡേറ്റ് ലിഗൻസ് വിത്ത് 2 ഡിഫറെൻറ്റ് ഡോണർ ആറ്റംസ് ആർ കോൾഡ് ഡാഷ്. മോണോഡെൻഡേറ്റ് ലിഗൻഡ് ആണ്, പക്ഷേ അതിനകത്ത് 2 വ്യത്യസ്ത ഡോണർ ആറ്റങ്ങളുണ്ട്. ഒരു സമയം ഒരു ബോണ്ടേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ, പക്ഷേ അതിനകത്ത് 2 വ്യത്യസ്ത ആറ്റങ്ങൾ കൊണ്ട് ബോണ്ട് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെയുള്ള ലിഗൻഡുകളെയാണ് നമ്മൾ വിളിക്കുന്ന പേരാണ് ആംബിഡെൻഡേറ്റ് ലിഗൻഡ്. അങ്ങനെയുള്ള ലിഗൻഡുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആംബിഡെൻഡേറ്റ് ലിഗൻസ്. അവർ മോണോഡെൻഡേറ്റ് ലിഗൻസ് ആണ്, പക്ഷേ ഒരു സമയം ഒരു ബോണ്ടേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. 2 വ്യത്യസ്ത ഡോണർ ആറ്റങ്ങൾ അവർക്ക് ഉണ്ട്. ഗീവ് എക്സാമ്പിൾസ് ഓഫ് ആംബിഡെൻഡേറ്റ് ലിഗൻസ്. ഇനി ആംബിഡെൻഡേറ്റ് ലിഗൻസിന് എക്സാമ്പിൾസ് എഴുതുക. ആംബിഡെൻഡേറ്റ് ലിഗൻസിന് എക്സാമ്പിളാണ് NO2- SCN- CN-. ഈ NO2- N കൊണ്ട് ലിങ്ക് ചെയ്യാൻ പറ്റും, അതുപോലെ ഓക്സിജൻ കൊണ്ടും ലിങ്ക് ചെയ്യാൻ പറ്റും. N കൊണ്ട് ലിങ്ക് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ NO2- എഴുതും, ഓക്സിജൻ കൊണ്ട് ലിങ്ക് ചെയ്യുമ്പോൾ നമ്മൾ ONO എന്ന് എഴുതും. ഇനി അടുത്തതാണ് SCN- NCS-. അപ്പോൾ സൾഫർ കൊണ്ട് ലിങ്ക് ചെയ്യുമ്പോൾ SCN- എന്ന് എഴുതും, നൈട്രജൻ കൊണ്ട് ലിങ്ക് ചെയ്യുമ്പോൾ NCS- എന്ന് എഴുതും. അടുത്തത് CN- ആൻഡ് NC-. കാർബൺ കൊണ്ട് ലിങ്ക് ചെയ്യുമ്പോൾ CN- എന്ന് എഴുതും, നൈട്രജൻ കൊണ്ട് ലിങ്ക് ചെയ്യുമ്പോൾ NC- എന്ന് എഴുതും. അടുത്ത ക്വസ്റ്റ്യൻ, ഗീവ് എക്സാമ്പിൾസ് ഓഫ് കിലേറ്റിംഗ് ലിഗൻസ്. കിലേറ്റിംഗ് ലിഗൻസിന് എക്സാമ്പിൾസ് എഴുതുക. അപ്പോൾ 3 എക്സാമ്പിൾ പഠിച്ചു വെക്കണം. ഒന്ന് EDTA, നമ്മൾ നേരത്തെ പറഞ്ഞ EDTA 6 ബോണ്ട് ഒരുമിച്ച് ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് റിംഗ് കോംപ്ലക്സുകൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഒരു സമയം 6 ബോണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നതുകൊണ്ട് ഒരു റിംഗ് ടൈപ്പ് കോംപ്ലക്സ് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെയുള്ള ലിഗൻഡുകളെയാണ് നമ്മൾ കിലേറ്റിംഗ് ലിഗൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഒരു എക്സാമ്പിളാണ് EDTA. വേറൊരാണ് ഈത്തൈൻ 1,2-ഡയമീൻ, ബൈഡൻഡേറ്റ് ലിഗൻഡായ ഈത്തൈൻ 1,2-ഡയമീൻ. അതുപോലെ ഓക്സലേറ്റ് അയോണും ബൈഡൻഡേറ്റ് ലിഗൻഡാണ്. ഒരു സമയം 2 ബോണ്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഒരു ബൈഡൻഡേറ്റ് ലിഗൻഡായ ഓക്സലേറ്റ് അയോണും. ഈ 3 എണ്ണം
കിലേറ്റിംഗ് ലിഗൻസിന് എക്സാമ്പിൾസ് ആണ്. അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഗീവ് ദ ഡെൻസിറ്റി ഓഫ് NO2- ആൻഡ് NH3. NO2- NH3യും ഡെൻസിറ്റി എന്താണെന്ന് എഴുതാൻ. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സമയം എത്ര ബോണ്ട് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് ഡെൻസിറ്റി. അപ്പോൾ ഇവരുടെ രണ്ടിൻ്റെയും ഡെൻസിറ്റി എത്രയാണ്? 1 ആണ്. NO2- എന്ന് പറയുന്നത് ആംബിഡൻറ്റേറ്റ് ലിഗൻ്റ് ആണ്. രണ്ട് വ്യത്യസ്ത സമയങ്ങളിലായിട്ട് ചിലപ്പോൾ നൈട്രജൻ ഉപയോഗിച്ചും ചിലപ്പോൾ ഓക്സിജൻ ഉപയോഗിച്ചും ബോണ്ട് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഒരു സമയം ഒരു ബോണ്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് NO2- ഡെൻസിറ്റി 1 ആണ്. പിന്നെ NH3 ആകെ ഒരു ഡോണർ ആറ്റേ ഉള്ളൂ. അതുകൊണ്ട് ഡെൻസിറ്റി 1 ആണ്. ഓക്കെ.